ഹലോ, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സോയാ ചങ്ക്സ് വെച്ചിട്ടൊരു നല്ല അടിപൊളി കറിയാണ്. സോയാ ചങ്ക്സ് നമുക്ക് നല്ല ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കണം. കുറച്ച് സമയത്ത് ശരിക്കും നമുക്ക് ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കാം. ചൂടുവെള്ളം നല്ല അടക്കുന്ന വെള്ളം ഒഴിച്ച് വെക്കുന്നുണ്ട്. അതിലേക്ക് ലേശം ഉപ്പിടുന്നുണ്ട്. ലേശം ഉപ്പും ഒരിത്തിരി മഞ്ഞൾപ്പൊടിയും, ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. സോയക്ക് അരക്കാൻ വേണ്ടി ഞാൻ എടുക്കുന്ന സാധനങ്ങളാണ്: 1 കപ്പ് തേങ്ങയുണ്ട്, ചെറിയ തേങ്ങ 1 കപ്പ്, ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾ അതിൻ്റെ കൂടി ഇട്ടിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും, 1 ടീസ്പൂണ് പെരിഞ്ചീരകവും, ഒരു കഷ്ണം ഇഞ്ചിയും, 2 ചെറിയ വെളുത്തുള്ളിയാണ്, ചെറിയ പീസാക്കിയതാണ്, കുറച്ച് കറിവേപ്പില, പിന്നെ കുറച്ച് കാന്താരിയാണ്. ഈ കാന്താരിയും കുരുമുളകും ഇതിലിട്ട് അരക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. പെരിഞ്ചീരകവും എല്ലാം കൂടെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കറി. ഇതെല്ലാം വറുത്തരക്കുന്നത്. അത് വറക്കുന്നില്ല, കുറച്ചൊന്ന് വാടി വരികയേ വേണ്ടൂ. നന്നായിട്ട് ബ്രൗൺ കളർ ആവുമൊന്നും വേണ്ട. അത് ഞാൻ അന്നേരം കാണിച്ചു തരാം. തേങ്ങ നമുക്ക് ഒന്ന് വാട്ടിയെടുക്കേ. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 ടേബിൾ സ്പൂണ് എണ്ണ ഒഴിക്കുന്നുണ്ട്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക്, പെരിഞ്ചീരകം, തേങ്ങ ഇതുപോലെ ഒന്ന് വാടിയാൽ മാത്രം മതി. ഇത് മാറിയിട്ടാണ് നമുക്ക് അരച്ചെടുക്കുക. ഇതിന് വേണ്ടുന്ന മറ്റു സാധനങ്ങൾ: 1 സവാളയും, 1 തക്കാളിയും, 4 പച്ചമുളകുമാണ് ഇത് വേവിക്കാൻ വേണ്ടുന്നത്. പച്ചമുളക് ഞാൻ പിന്നീടാണ് ഇടുന്നത്. നമുക്ക് ഇത് രണ്ടും സോയേൻ്റെ കൂടെ വേവിച്ചെടുക്കണം. ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ ചൂട് പോയിട്ടില്ല. ഇത് ഇട്ടിട്ട് ഞാൻ അരമണിക്കൂറായ. ഇത് ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ട് ഇത് നമുക്കിത് എടുത്തിട്ട് തണുത്ത വെള്ളത്തിലിട്ട് വെക്കാം. സോയ നല്ല വൃത്തിയിൽ കഴുകി എടുത്ത് വെച്ച് നമുക്കത് പിഴിഞ്ഞിട്ട് ഇതിലേക്ക് ഇടണം. ഇതിൽ ഞാൻ ചേർത്തത് 1 സവാളയും 1 തക്കാളിയാണ് ചേർത്തിന്. ഇതിലേക്ക് നമുക്ക് ഈ സോയ പിഴിഞ്ഞ് ഇതിലേക്കിടാം. ഇനി സോയയിലേക്ക് നമ്മൾ ഇടുന്നത് 2 ടീസ്പൂണ് മല്ലിപ്പൊടിയാണ്. 2 ടീസ്പൂണ് മല്ലിപ്പൊടിയും 1/2 ടീസ്പൂണ് കാശ്മീരി ചില്ലിയാണ്. പിന്നെ എരിവ് അതിന് ഉണ്ടല്ലോ, കുരുമുളകും പച്ചമുളക് കാന്താരി എല്ലാം ഇതിലിടുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ കാശ്മീരി ചില്ലിയാണ് ഇതിലിടുന്നത്. എരിവുള്ള മുളക് വേണ്ടുന്നവർക്ക് അത് ഇടാം കേട്ടോ, എരിവിനനുസരിച്ച് ഇട്ടോ. പിന്നെ 1/4 ടീസ്പൂണ് മഞ്ഞളും, പിന്നെ പാകത്തിനുള്ള 1 ടീസ്പൂണാണ് ഇപ്പം ഉപ്പ് ഇടുന്നത്. അത് പിന്നെ പാകത്തിന് നോക്കിയിട്ട് പിന്നെ ഇടാം നമുക്ക്. ഇതെല്ലാം കൂടെ ഇതിലേക്ക് ഞാൻ ഇടുന്നുണ്ട്. ഇതിലേക്ക് ഇത് ഇട്ടിട്ട് കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ചിട്ട് നല്ലോണം ഇത് ഒന്ന് നല്ല ഒതുക്കിയെടുക്കണം. കുഴച്ചിട്ട് നന്നായി കുഴച്ചിട്ട് കുറച്ച് സമയം ഇങ്ങനെ ലേശം വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് സമയം ഇങ്ങനെ വെക്കാം. ഇതിന് പിടിക്കാൻ വേണ്ടി, മസാലകളെല്ലാം ഇതിന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ടാകുമ്പോൾ നമുക്ക് ഇത് വേവിച്ചിട്ടെടുക്കാം. ഇത് ഞാൻ ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് വെച്ചിട്ടുണ്ട്. ഇതിനി ഒരു 1/4 മണിക്കൂറെങ്കിലും അരമണിക്കൂർ വെച്ചാൽ നല്ലത്. കുറച്ച് സമയം അങ്ങനെ വെക്കട്ടെ, എന്നിട്ടാകുമ്പോൾ നമുക്ക് വേവിച്ചെടുക്കാം. തേങ്ങയെല്ലാം തണുത്ത അതിന് നമുക്ക് ഇത് അരച്ചെടുക്കാം. അത് അരമണിക്കൂർ കഴിഞ്ഞാൽ ഇത് നമുക്ക് ഇനി വേവിച്ചെടുക്കാം. സോയ അരപ്പ് റെഡിയാവട്ടെ. കറി നന്നായി വെച്ച് വന്നേ നമ്മളെ സോയ
എന്ത് വന്നേ. ഇനി നമുക്ക് ഇതിലേക്ക് പച്ചമുളക് ഇടുന്നുണ്ട്, പിന്നെ തേങ്ങ. ചൂടുവെള്ളം തന്നെയാണ് ഇതിന് ഞാൻ ഒഴിക്കുന്നത്. അതിന് തിക്ക് ഗ്രേവിയാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ കറി കുറച്ചും കൂടെ വേണമെന്നുള്ളവർ കുറച്ചും കൂടെ വെള്ളം ചേർക്കുക. പാകത്തിനുള്ള ഉപ്പും മുളകെല്ലാം ഉണ്ടോയെന്ന് നോക്കണം. ഉപ്പ് കുറവാണ്, ഉപ്പിടാം. വെള്ളം ലേശം വെള്ളം ഒഴിക്കാം. ഇതിൽ ഒരു 1/2 ടീസ്പൂണ് ചിക്കൻ മസാല ഇടുന്നുണ്ട്. നന്നായിട്ടൊന്ന് തിളക്കട്ടെ. അതാകുമ്പോൾ നമുക്ക് സോയ നന്നായി തിളച്ച് നമ്മൾ ഇറക്കി വെച്ചാൽ ഇനി നമുക്ക് ഇതിലേക്ക് വറുത്തിടാം. ചെറിയ ഉള്ളിയാണ് വറുത്തിടുന്നത്. അതിലേക്ക് 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ, പിന്നെ കറിവേപ്പില ഇടാം. കറിവേപ്പില കുറച്ച് കഴിഞ്ഞിട്ടാണ് ഇടാം. വറുത്തിടാം. ഒരടിപൊളി സോയാക്കറി റെഡിയായ. ഇത് വെജുകാർക്കും നോൺ വെജുകാർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നതാണ്. കുട്ടികൾക്കും എല്ലാം ഇഷ്ടമാവും. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.